സാർ നമസ്കാരം. നമസ്കാരം. അമ്പലപ്പുഴ MLA ജി സുധാകരൻ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ടെമ്പററി തസ്തികയിൽ നിയമിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 100ഓളം പേരെയാണ് അങ്ങനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചിരിക്കുന്നത്. ഒരാളിൽ നിന്ന് ചുരുങ്ങിയത് 2 ലക്ഷം രൂപയെങ്കിലും വാങ്ങിയിട്ടാണ് അത്തരം നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ജി സുധാകരൻ തുറന്നു പറഞ്ഞു. ഇന്നിപ്പോൾ അമ്പലപ്പുഴയിലെ മുൻ MLA ആയിരുന്ന എച്ച് സലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് കണ്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. അതായത് ജി സുധാകരൻ പറഞ്ഞ വസ്തുതകൾ കൃത്യമായി അന്വേഷിക്കണം എന്നാണ് എച്ച് സലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്പനി ജി സുധാകരനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എതിർക്കുകയും ജി സുധാകരൻ്റെ പ്രസ്താവനകൾ വളച്ചൊടിച്ച് അദ്ദേഹത്തെ ഏത് വിധേനയും നിശബ്ദനാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എപ്പോഴും അമ്പലപ്പുഴയിലെ CPM പ്രവർത്തകർ മുന്നിട്ടിറങ്ങുന്ന കാഴ്ച കാണാമായിരുന്നു. അതിൻ്റെ മുൻനിരയിൽ എച്ച് സലാമിനെയും കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ജി സുധാകരൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന ഈ നിയമനങ്ങളിൽ വലിയ കോഴ വാങ്ങിയിട്ടുണ്ട്. 100 പേരിൽ നിന്നായി 2 ലക്ഷം രൂപ വീതമാകുമ്പോൾ 200 ലക്ഷം രൂപയായി അവിടെ. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇതിൽ വേണ്ടത്? വിജിലൻസ് അന്വേഷണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എച്ച് സലാം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് ഒരു കത്ത് കൊടുത്തിരിക്കുന്നത്. സർ, എന്താണ് ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് എച്ച് സലാം ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പുറകിലെ യഥാർത്ഥ വികാരം എന്താണ്? എച്ച് സലാം ഇതുകൊണ്ട് ആരെയാണ് ഉന്നമിക്കുന്നത്? ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണേണ്ടത് ജി സുധാകരനെ എത്രമാത്രം പ്രകോപനം ഉണ്ടാക്കുന്നു അത്രയും ഡാമേജാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും കൃത്യമായി അറിയുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. എന്ത് നടന്നാലും മാർക്സിസ്റ്റ് പാർട്ടി എന്ത് നടന്നാലും അപ്പോൾ തന്നെ കൃത്യമായി കിട്ടാനുള്ള സംവിധാനം ജി സുധാകരനുണ്ട്. അപ്പോൾ ഈ സലാമിൻ്റെ ആവശ്യം എന്താണ്? ജി സുധാകരനെ പ്രകോപനം ഉണ്ടാക്കുക എന്നതിന് ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് താൻ ക്ലീനാണ്, താൻ ഈ അഴിമതിയൊന്നും ഉൾപ്പെട്ടില്ല. എന്നാൽ വീണ ജോർജും പിണറായി വിജയനും അടക്കമുള്ള വലിയൊരു ഗ്യാങ്ങാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു കൃത്യമായ അജണ്ട പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തയായ വീണ ജോർജും ചേർന്നുകൊണ്ട് വ്യാപകമായ രൂപത്തിൽ അനധികൃത നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ അറിവും വിവരം വെച്ച് ഒരു 5000-6000 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്രൈം തന്നെ സരിതാ നായരുമായി ബന്ധപ്പെട്ട് ഒരു ലേഡി പണം കൊടുത്തതിൻ്റെ വിവരങ്ങൾ അവർ തമ്മിലുള്ള സംഭാഷണം അടക്കം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറയുന്നത് 6 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഓരോ തസ്തികയ്ക്ക് വേണ്ടി കൊടുത്തു എന്നാണ്. അതായത് ഓരോ തസ്തിക എന്ന് പറയുന്നത് സാധാരണ സ്വീപ്പർമാർ തുടങ്ങി മുകളിലുള്ള ഡോക്ടർമാർ വരെയുള്ള നിയമനമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കോടികളുടെ 1-2 രൂപയുടെ ഇടപാടല്ല നടന്നത്, ഏകദേശം 10,000 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർമാർക്ക് 1 കോടി രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ തന്നെ ഇതുപോലെ നിയമനങ്ങൾ നടത്തി താൽക്കാലിക നിയമനമായിട്ടാണ് നിയമിക്കുക. പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ് വാഗ്ദാനം. ഇങ്ങനെ പണം വാങ്ങിയവരുടെ നിരവധി ആളുകളുടെ പൂർണ്ണമായ വിവരങ്ങളാണ് ക്രൈം അന്ന് പുറത്തുവിട്ടത്. സരിതാ നായരുമായി ഈ ലേഡി ലിസി എന്ന് പറയുന്ന കളമശ്ശേരിയിലുള്ള ലേഡി സംസാരിക്കുന്നതിൻ്റെ വിവരങ്ങളാണെന്ന് പുറത്തുവിട്ടത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് വീണ ജോർജിന് മാത്രമല്ല അവരുടെ സെക്രട്ടറി സജീവൻ കൂടാതെ പിണറായി വിജയനാണ് മെയിനായിട്ട് പൈസ കിട്ടേണ്ടത്. അത് പിണറായി വിജയന് മെയിൻ പൈസ കിട്ടും, ബാക്കി വീണ ജോർജിന് കിട്ടും, ഒരു ഓഹരി സജീവന് കിട്ടും. ആരാണ് ഈ സജീവൻ? വീണ ജോർജിന് വേണ്ടി ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ആളാണ് സജീവൻ. അതിൻ്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം ജയിലിൽ അടയ്ക്കാനുണ്ടായ കാരണം എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യുന്നു, അർദ്ധരാത്രിയാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നത്. അപ്പോൾ എനിക്ക് അഡ്വക്കേറ്റിനെയോ എൻ്റെ ജാമ്യക്കാരെയോ ഹാജരാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരുക്കിയിട്ടാണ് ജയിലാണ്. പിന്നീട് പ്രോസിക്യൂട്ടർമാർ ഹാജരാവാതെ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ജാമ്യം നിഷേധിച്ചത്. യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞ ഈ കേസേ നിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സജീവൻ വീണ ജോർജിൻ്റെയും മാത്രമല്ല പിണറായി വിജയൻ്റെയും സകല തട്ടിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരാളാണ്. മുമ്പ് AKG സെൻറ്ററിൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് വീണ ജോർജിൻ്റെ സെക്രട്ടറിയായി പിണറായി വിജയൻ വെച്ചത്. അത്രയും വിശ്വസ്തനാണ്. AKG സെൻറ്ററിൽ നടക്കുന്ന സകല തട്ടിപ്പുകളുടെയും പിണറായി വിജയൻ നടത്തുന്ന സകല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരാളായിരുന്നു സജീവൻ.
അങ്ങനെയുള്ള സജീവനും വീണ ജോർജും പിണറായി വിജയൻ ചേർന്നുകൊണ്ട് ഏകദേശം 5000-6000 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വസ്തുതയാണ്. അപ്പോൾ ഒരു നിയമനത്തിൽ തന്നെ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ 6 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയും 6000 നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയും ആക്ച്വലി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആരോഗ്യ വകുപ്പിൽ യാതൊരു യോഗ്യതയുമില്ലാത്ത കഴിവുമില്ലാത്ത ആളുകളെയാണ് കുത്തിത്തിരികെ കയറ്റിയിട്ടുള്ളത്. ഇവരെ ഉപയോഗിച്ചിട്ടാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോയത്. വെറുതെയല്ല നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വ്യാപകമായ രൂപത്തിൽ ആരോപണം ഉണ്ടായിട്ടുള്ളത്. കത്രിക നഷ്ടപ്പെട്ടു, വയറ്റിൽ കത്രിക പോയി, അതുപോലുള്ള ആരോപണങ്ങൾ. അതേപോലെ ഗുണ്ടാ മാഫിയപ്പെട്ട ആളുകൾ അതിൽ കയറിയത് കൊണ്ടാണ് കോഴിക്കോട് ICUവിൽ കിടന്ന ഒരു ലേഡിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. എന്നിട്ടോ അതിലുള്ള പ്രതികളെയൊക്കെ അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? കൃത്യമായി വീണ ജോർജാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നിർബന്ധമായിട്ടും ജി സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഞാൻ ഇതിന് ആവശ്യമായ തെളിവുകൾ നൽകാമെന്ന് ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ ഉറപ്പ് നൽകുകയാണ്. എൻ്റെ കൈവശം അതിനാവശ്യമായ ഞെട്ടിക്കുന്ന തെളിവുകളുണ്ട്. അതിൽ അത് മുന്നോട്ട് പോയാൽ പിണറായി വിജയനും വീണ ജോർജും അതേപോലെ അവരുടെ സെക്രട്ടറിക്ക് സജീവനും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ അന്ന് സജീവൻ ഒരു പരാതി കൊടുത്തിരുന്നു തിരുവനന്തപുരം സൈബർ ക്രൈമിൽ പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് ആ ലിസി എന്ന് പറയുന്ന ലേഡിയെ വിളിപ്പിച്ചിരുന്നു. ലിസി കൃത്യമായി ഫോൺ സംഭാഷണവും പണം നൽകിയതിൻ്റെ രേഖകളും, ലിസി മുഖാന്തരം ധാരാളം ആളുകൾ പണമടച്ചിരുന്നു. ആ പണമടച്ചതിൻ്റെ എല്ലാം രേഖകൾ അന്ന് പോലീസിന് കൊടുത്തിരുന്നു. അതോടുകൂടി ആ പരാതിയിൽ മുന്നോട്ട് പോയില്ല. അത് മുന്നോട്ട് പോയാൽ വീണ ജോർജും പിണറായി വിജയനും കുടുങ്ങുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് അതിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. അപ്പം ഇത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശൈലജ ടീച്ചർ അത്രത്തോളം ഭീകരമായ ഇത്തരം തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ വീണ ജോർജ് ആയതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള അനധികൃത നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വ്യാപ്തി നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. യഥാർത്ഥത്തിൽ ഈ എച്ച് സലാം ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ അവിടുത്തെ നേരത്തെ MLA ആയിരുന്ന ആളെന്ന രീതിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ക്രമക്കേടുകളെക്കുറിച്ച് എന്തായാലും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും, പ്രത്യേകിച്ച് പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം തട്ടിപ്പ് നടത്തുമ്പോൾ. അപ്പോൾ തീർച്ചയായും എച്ച് സലാം ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജി സുധാകരനെ ആയിരിക്കില്ല എച്ച് സലാം ഉന്നം വയ്ക്കുന്നത് എന്ന് വേണ്ടേ സാറ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ? 100%. കാരണം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അത് വീണ ജോർജ് മന്ത്രിയാണ്, മുൻ മന്ത്രിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് വീണ ജോർജ്. പിണറായി വിജയനെക്കാട്ട് 100 ഇരട്ടി ധാർഷ്ട്യവും അഹങ്കാരവുമാണ് അവർ കാണിച്ചിരുന്നത്. അതിന്റെ ഭാഗമാണല്ലോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നടത്തിയ അവരുടെ കസർത്ത്, എന്നിട്ട് കഴുത്തിന് ഒഴുക്ക് പറ്റിയെന്ന് അഭിനയിച്ച് കിടന്നത്. ഇതേ തട്ടിപ്പാണ് അവർ നടത്തിക്കൊണ്ട്. അവരും ഭർത്താവും കൂടെ എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഇത്തരത്തിലുള്ള അഴിമതി ഈ ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന അഴിമതികൾക്ക് വേണ്ടിയിട്ട്, അതായത് മരുന്ന് വാങ്ങുന്നതിനും എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനും വേണ്ടിയിട്ട് അവർ ഓരോ ഏജൻസി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടും ഇതുപോലുള്ള ഏജൻസികളുമായിട്ടും അവർ ഡിസ്കഷൻ നടത്തും, കമ്മീഷൻ ഉറപ്പിക്കും. ആ കമ്മീഷൻ ഉറപ്പിച്ചാൽ ഇപ്പോൾ 100 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ 50 രൂപ പിണറായി വിജയനും ബാക്കി 50 രൂപ ഒരു ഭാഗം പാർട്ടീൻ്റെ ആളുകൾക്ക്, ബാക്കി പൈസ വീണ ജോർജിനാണ്. വീണ ജോർജിന് വിദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത് എന്തിനാണ്? ഇത്തരത്തിലുള്ള കള്ളപ്പണ ബിനാമി ഇടപാടുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പോയിരുന്നത് എന്നുള്ള വാർത്തകൾ അന്ന് വന്നിരുന്നു. അപ്പം വീണ ജോർജ് ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പം വ്യാപകമായ രൂപത്തിൽ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആവറേജ് 1 ലക്ഷം കോടി രൂപയുടെ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ മരുന്നുകളോ വാങ്ങിയിട്ടുണ്ട്. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ മരുന്നുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 50% 70% കമ്മീഷൻ അവർ കിട്ടും. മരുന്ന് കമ്പനികൾക്കാണെങ്കിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഒഴിവായി കിട്ടി. ഇവിടെയാണെങ്കിൽ വീണ ജോർജ് വഴി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കത്തിക്കലൊക്കെ നടന്നത്. വ്യാപകമായ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ കത്തിച്ചത് അങ്ങനെയാണ്. ബില്ലുകളും മറ്റുള്ള കത്തിച്ചു കളഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലത്ത് കെ മുരളീധരനെ വെല്ലുവിളിച്ചിരുന്നു വീണ ജോർജ്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം കൃത്യമായി ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന മെഡിക്കൽ കോളേജുകൾ ആരോഗ്യ വകുപ്പിൽ നടന്ന കുത്തഴിഞ്ഞ ഇത്തരത്തിലുള്ള അഴിമതികളെക്കുറിച്ച് കൃത്യമായിട്ട്
അന്വേഷിക്കാൻ അദ്ദേഹം ഉത്തരവിടുകയുണ്ടായി. അത് അന്വേഷിച്ച് വരുമ്പോൾ മൂലയ്ക്ക് കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻസിൻ്റെ യഥാർത്ഥ കഥകൾ വരുമ്പോൾ വീണ ജോർജൊക്കെ അകത്താകും. അകത്താകും. മുരളീധരൻ നമ്മൾ വിചാരിക്കും പോലെ ചില്ലറക്കാരനല്ല, കെ കരുണാകരൻ്റെ മകനാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഏതറ്റം വരെ പോയി നടപ്പിലാക്കാൻ കഴിവുള്ള അസാധാരണ ദീക്ഷണാശക്തിയുള്ള ഒരാളാണ്. അപ്പം ഇത് കയ്യിൽ കിട്ടാൻ നമ്മൾ വീണ ജോർജിനെയും അതേപോലെ പിണറായി വിജയനെയൊക്കെ അതേപോലെ സജീവിനെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കൃത്യമായി കെ മുരളീധരൻ പ്രവർത്തിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് കെ സുധാകരൻ്റെ ഈ പ്രസ്താവന കൊണ്ട് CPM നേതാവ് വഴി തന്നെ അതിന് തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സലാമിന് ഈ വീണ ജോർജിന് എന്തൊക്കെയോ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പരാതിയുമായി എത്തിയത് എന്ന് ഉറപ്പാണ്. കാരണം സുധാകരനെ മറിയാക്കി പരാതി കൊടുക്കുമ്പോൾ കുടുങ്ങുന്നത് വീണ ജോർജ് ആയിരിക്കും.